ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന തമസ്കരിക്കപ്പെട്ട മാനവരാശിയെ തേജസ്കരിക്കുവാൻ പിറന്ന മഹാസന്തോഷത്തിന് ഭൂമിയിൽ പിറക്കുവാൻ സൃഷ്ടാവാം ദൈവം സ്വയം തിരഞ്ഞെടുത്ത സൗഭാഗ്യവതിയായ കന്യകാമറിയാം അമ്മയുടെ ജനന പെരുന്നാളിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേരുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, യോയാക്കീം ഹന്ന ദമ്പതികൾക്ക് തങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിൻ്റെയും ഒടുവിൽ അവരുടെ വാർദ്ധക്യത്തിൽ ദൈവം അനുഗ്രഹിച്ചു നൽകിയ തങ്ങളുടെ മകളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ദൈവിക പരിജ്ഞാനത്തിലും ശിക്ഷണത്തിലും ഭക്തിയിലും സേവനത്തിലും വളരുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. അങ്ങനെ ബാല്യത്തിൽ തന്നെ ആത്മീയ നിറവിലും ദേവാലയ അന്തരീക്ഷത്തിലും വളർന്നതിൻ്റെ ഫലമാണ് ദൈവദൂതൻ ലോകരക്ഷകന് ജന്മം നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് താനെന്ന് അറിയിച്ചപ്പോൾ ആ നിയോഗത്തെ, മഹാഭാഗ്യത്തെ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ ആ ദൗത്യത്തിന് തയ്യാറായത്. മനസ്സിലെ ഉത്കണ്ഠകൾ ഒന്നും അവളെ അലട്ടിയില്ല. പരിപൂർണമായ സമർപ്പണം, ദൈവഹിതത്തിന് യോഗ്യമാവണ്ണം തന്നെ തന്നെ സമർപ്പിക്കുന്ന ദൈവഭക്തിയുടെ പരിപൂർണത നമുക്ക് ഇവിടെ കാണാം. കണ്ടാലും തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പറയുമ്പോൾ മാതാവ് ദേവപുത്രൻ്റെ ജനനത്തിൻ്റെ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ നടത്തുന്നത്. തൻ്റെ ഉള്ളിൽ ഒരു വാളും മിന്നലും കടന്നു പോകുമ്പോഴും ദൈവ ഇഷ്ടത്തിന് അവൾ വിനയാന്വിതയായി ഒരുങ്ങുകയാണ്. ദൈവപുത്രനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അവൻ്റെ ജനന രഹസ്യം ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച മാതാവ് കാനാവിലെ കല്യാണ വിരുന്നിൽ ലോകത്തിന് കർത്താവിനെ വെളിപ്പെടുത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. തൻ്റെ പുത്രൻ്റെ ജന്മനിയോഗത്തിൽ അമ്മയ്ക്ക് നല്ല ബോധ്യവും ഉറപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാല്യക്കാരോട് അവൻ പറയും പോലെ ചെയ്യുവാൻ അവൾ ആവശ്യപ്പെടുന്നത്. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അടയാളങ്ങളും മാതാവ് നിശബ്ദം വീക്ഷിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുമ്പോഴും സാമൂഹിക നീതിക്കായി കർത്താവ് നിലകൊള്ളുമ്പോഴും മാതാവ് നിശ്ചയമായും ദേവപുത്രനിൽ അഭിമാനിക്കുകയാണ്. തൻ്റെ പുത്രൻ മനുഷ്യരക്ഷയ്ക്ക് പിറന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്നും അവൻ അറുക്കപ്പെടും എന്നുള്ള സത്യവും ഹൃദയത്തിൽ പേറിയ അമ്മ കാനാവിൽ നിന്ന് കാൽവരിയിലേക്ക് ഉടനീളം നീണ്ട യാത്രയിൽ ദേവപുത്രനെ പിന്തുടർന്ന് സാക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ പിടയുന്ന ശരീരത്തിൽ ഏറ്റ ഓരോ അടിയും അവൻ്റെ ശിരസിൽ ആഴ്ന്നിറങ്ങിയ ഓരോ മുള്ളും മാതാവിൻ്റെ ഹൃദയത്തെ തകർത്തു, ആഴത്തിൽ വേദനിപ്പിച്ചു. അപ്പോഴും അവൾക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഇത് വരുവാനുള്ള മാനവരക്ഷയുടെ ഉയർപ്പിൻ്റെ മുന്നോടിയാണ്. മരണത്തിന് ദേവപുത്രനായ തൻ്റെ മകനെ ഒരിക്കലും ജയിക്കുവാൻ സാധ്യമല്ലെന്ന് അവൾക്ക് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു. ഇത്രയും അഗാധമായ വിശ്വാസത്തിനും സമർപ്പണത്തിനും സാക്ഷ്യത്തിനും ഉടമയായ വന്ധ്യ ദേവമാതാവിൻ്റെ ഈ ജനന പെരുന്നാളിൽ നാം എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹവും ദൈവം തമ്പുരാൻ തൻ്റെ അളവില്ലാത്ത സ്വർഗീയ ഭണ്ഡാരം തുറന്ന് സമൃദ്ധമായി ചൊരിഞ്ഞു തരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് ദേവമാതാവിൻ്റെ മധ്യസ്ഥത നമുക്കേവർക്കും കോട്ടയും കാവലും ആയിത്തീരട്ടെ.